Hello, good morning everyone. +1 ബിസിനസ് സീരീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അതിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അഞ്ചാമത്തെ ഫോം ഓഫ് ബിസിനസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ മെറിറ്റുകൾ, ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നതാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് എന്നതാണ്. അതായത് ഓർഗനൈസേഷന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ലിമിറ്റഡ് ആണ്. Resources of a cooperative society consists of capital contribution of the members with limited means. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തുന്നത് ആ ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അവരുടെ മെമ്പേഴ്സ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലാണ് ആ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള രീതിയിലുള്ള റിസോഴ്സുകളൊന്നും മറ്റുള്ള ഓർഗനൈസേഷനുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സ് അവരുടെ ക്യാപിറ്റലായിട്ട് എത്രയാണോ കൊണ്ടുവരുന്ന എമൗണ്ട്, ആ എമൗണ്ട് മാത്രമേ ആ സൊസൈറ്റിയുടെ റിസോഴ്സസ് ആയിട്ട് അവർക്ക് ലഭ്യമാവുകയുള്ളൂ എന്നതാണ്. സോ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷനാണ് ദി റിസോഴ്സസ് ആർ ലിമിറ്റഡ് അപ് ടു ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ, ഡിസഡ്വാൻറ്റേജ്, ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. The management of the cooperative society is inefficient. ആ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ആ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടീം ഓഫ് മാനേജ്മെൻറ്റിനെ, എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ, മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകളെ ആ ഓർഗനൈസേഷൻ അവർക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്പേർട്ട് മാനേജേഴ്സിനെ ബിസിനസ്സിലേക്ക് നമ്മൾ എംപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നല്ല സാലറി കൊടുക്കേണ്ടി വരും. ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് വരുന്ന ആളുകൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നല്ല സാലറി കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള മാനേജേഴ്സിനെയൊന്നും അവർക്ക് ആ ഓർഗനൈസേഷനിൽ എംപ്ലോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, ഇവർക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. കാരണം പ്രധാനപ്പെട്ട ആ ഓർഗനൈസേഷൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസാണ്, സർവീസ് ടു ദി മെമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വലിയ എമൗണ്ട് സാലറി കൊടുത്തുകൊണ്ട് എക്സ്പേർട്ട് മാനേജേഴ്സിന് ആ ഓർഗനൈസേഷനെ എംപ്ലോയ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അണേബിൾ ടു അട്രാക്ട് ആൻഡ് എംപ്ലോയ് എക്സ്പേർട്ട് മാനേജ്മെൻറ്റ് ബിക്കോസ് ഓഫ് ദെയർ ഇനബിലിറ്റി ടു പേ ദം ഹയർ സാലറി. വലിയ എമൗണ്ട് സാലറി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ
ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള മാനേജേഴ്സിനെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് ആ ഓർഗനൈസേഷൻ അവർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും എന്നതാണ്. മൂന്നാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് സീക്രസി. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ സീക്രസി അബൌട്ട് ദി ഓപ്പറേഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരുപാട് ആളുകൾ മെമ്പേഴ്സായിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആ മെമ്പേഴ്സിനെല്ലാം തന്നെയും ആ സ്ഥാപനത്തിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് അറിയാൻ, ഓപ്പറേഷൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കൊണ്ട് അറിയാനുള്ള താല്പര്യമുണ്ടാവും, അവകാശമുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. നാലാമത്തെ കാര്യമാണ് ഗവൺമെൻറ് കൺട്രോൾ. ഈ സൊസൈറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് എന്നുള്ളതാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ഈ സ്ഥാപനം നൽകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള കൃത്യമായ കൊണ്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ. Cooperative societies have to comply with several rules and regulations related to auditing of accounts, submission of accounts, etc. Through state government, state cooperative department, government exercised control over cooperative societies. ഗവൺമെൻറ് സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പറയുന്ന ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യണം, മസ്റ്റാണ്. അത് ഓഡിറ്റിങ്ങിൻ്റെ രൂപത്തിലാകാം, അതുപോലെ തന്നെ അക്കൗണ്ടുകളുടെ സബ്മിഷൻ ആകാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി കൊണ്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാവും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി കൊണ്ട് അവർ പ്രാവർത്തികമാക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്തതാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. സംടൈംസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് മേ സ്റ്റാർട്ട് ടു ഡോമിനേറ്റ് ദി വെൽഫെയർ മോട്ടീവ് ആൻഡ് ദി ബെനിഫിറ്റ് ഓഫ് ദി അതർ മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു, ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു. അവിടെ ഒരു പക്ഷേ ചില സമയങ്ങളിലെങ്കിലും അവ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ മറ്റുള്ള മെമ്പേഴ്സിനേക്കാളും സെൽഫ് ഡോമിനേഷൻ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കണം, എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സ് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് കൂടുതൽ സാധ്യത ഉണ്ടാവും. മറ്റുള്ള ആളുകൾ നൽകുന്നതിനേക്കാളും ഒരു 100 ആളുകൾ ഉള്ള ഒരു സൊസൈറ്റിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ള മെമ്പേഴ്സ് നൽകുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ഒരു പക്ഷേ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കടന്നു വന്നേക്കാം. അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ആർക്കാണ് കൂടുതൽ നമ്മൾ നൽകുക, സഹായം ആർക്കാണ് നൽകുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിക്കൊണ്ട് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമത്തേതാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൺസ്യൂമേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ്. എയിം അറ്റ് എൻഷുറിങ് സ്റ്റഡി സപ്ലൈ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ആ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് കൺസ്യൂമർ ഗുഡ്സും സർവീസുകളും റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? ദേ പർച്ചേസ് റോ മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് അതർ ഐറ്റംസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലാർജ് quantity and then distribute them among their produced or member. പ്രൊഡ്യൂസേഴ്സിന്
സഹായിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ അവർ റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, ടൂൾസ് വാങ്ങുന്നു, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെയും വാങ്ങുന്നു. ഇൻ ലാർജ് ക്വാണ്ടിറ്റി, നോട്ട് ക്വാളിറ്റി, ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അത് തിരുത്തി എഴുതണമെന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിലുള്ള പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഈ റോ മെറ്റീരിയൽസും ടൂൾസും എക്യുപ്മെൻറ്റ്സും എല്ലാം തന്നെയും അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തതാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. They enable the members to secure fair price for their products by removing the difficulties in marketing. മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്ന ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അവിടെ ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ ഫെയർ പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ സെക്യൂർ ചെയ്യുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിന് വരുന്ന പ്രയാസങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്തുകൊണ്ട് അവരുടെ സാധനങ്ങളെ കൃത്യമായി കൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. നാലാമത്തതാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. They provide financial assistance in the form of direct loans to the members. മെമ്പേഴ്സിന് ഡയറക്റ്റ് ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സാമ്പത്തികമായി കൊണ്ടുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ദെൻ അഞ്ചാമത്തതാണ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ്. ഇൻ ദീസ് ഫാർമേഴ്സ് പൂൾ ദെയർ ലാൻഡ് ആൻഡ് അണ്ടർടേക്ക് കൾട്ടിവേഷൻ കളക്റ്റീവ്ലി. ഫാർമേഴ്സിൻ്റെ ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി. ഇവിടെ ഫാർമേഴ്സ് അവരുടെ ലാൻഡ് എല്ലാം തന്നെയും പൂൾ ചെയ്യുകയും അവിടെ കൾട്ടിവേഷൻ എല്ലാവരും എല്ലാ കർഷകരും കൂടി ഒരുമിച്ച് കളക്റ്റീവായിട്ട് കൾട്ടിവേഷൻ നടത്തുകയും ചെയ്യുന്നു എന്നതാണ്. ദെൻ ആറാമത്തതാണ് ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്. ദേ ആർ ഫോംഡ് ടു പ്രൊവൈഡ് ഹൗസിംഗ് ഫെസിലിറ്റീസ് ടു ദെയർ മെമ്പേഴ്സ് എയ്തർ ഓൺ ഓണർഷിപ്പ് ബേസിസ് ഓർ ഓൺ റെൻ്റൽ ബേസിസ്. അതായത് ഒരാൾക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീട് വെക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെയും പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ സൊസൈറ്റിയുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കുവാനുള്ളത്. 5 തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡിമെറിറ്റുകൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും പഠിക്കുവാനുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് പഠിക്കുവാനുള്ളത് ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് എന്നതാണ്. അതായത് ഒരാൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ 5 ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ഏത് ടൈപ്പ് ബിസിനസ്സാണ് ഒരാൾ ആരംഭിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് ഏത് ബിസിനസ് ആരംഭിക്കാം. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണോ, ഒരു പാർട്ട്ണർഷിപ്പാണോ, അതല്ല ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആണോ, ഏതാണ് നമുക്ക് തുടങ്ങുവാൻ ആരംഭിക്കാൻ നല്ലത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിശകലനമാണ്. ചില ഘടകങ്ങളെ വെച്ചുകൊണ്ട് മാത്രം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി കൊണ്ട് ഇന്ന ബിസിനസ് ആരംഭിക്കാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു ഘടകം, ഒരു എലമെൻറ്റും എടുത്ത് നോക്കുമ്പോൾ അത് ഒരുപക്ഷെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആരംഭിക്കാൻ നല്ലതായിരിക്കും. പക്ഷേ അത് പാർട്ണർഷിപ്പ് ആരംഭിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. മറ്റൊരു എലമെൻറ്റ് എടുക്കുന്ന സമയത്ത് പാർട്ണർഷിപ്പ് ആരംഭിക്കാൻ നമുക്കത് ബെറ്റർ ആയിരിക്കും. പക്ഷേ കമ്പനി ഫോം ഓഫ് ബിസിനസ് ആരംഭിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം തന്നെയും വെച്ചുകൊണ്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഏത് ബിസിനസ് നമുക്ക് ആരംഭിക്കണം എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് കോസ്റ്റ് എന്നുള്ളത്. ബിസിനസ് ആരംഭിക്കാൻ ഉള്ള ചെലവിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ബിസിനസ് ആരംഭിക്കാമെന്ന് തീരുമാനമെടുക്കാം. അപ്പോൾ ഒരാളെ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ട്, ആ ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് പ്രശ്നമില്ല, എത്ര എമൗണ്ട് ചിലവാക്കാൻ ഒരാൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അയാൾക്ക് ആരംഭിക്കാം.
അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് അയാൾക്ക് ആരംഭിക്കാം. അതല്ല കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ്സാണ് ഒരാൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലത് സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു എലമെൻ്റാണ് ഈസി ഫോർമേഷൻ എന്നത്. പെട്ടെന്ന് ഒരു ബിസിനസ് ആരംഭിക്കണം, കൂടുതൽ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും പാടില്ല, പെട്ടെന്ന് ബിസിനസ് ആരംഭിക്കണം എന്നുള്ള ഉദ്ദേശമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലത് സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആണ്. അതല്ല കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻ ലീഗൽ ഫോർമാലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കാം. അതല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസൊന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. മൂന്നാമത്തെ ഒരു എലമെൻ്റാണ് ലയബിലിറ്റി എന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി ആവണമെന്ന് ഉദ്ദേശമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് നല്ലത് കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ്. അതല്ല അൺലിമിറ്റഡ് ലയബിലിറ്റി ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആകാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആകാം. അപ്പോൾ ലയബിലിറ്റി കുറയണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അധികം കോസ്റ്റ് വരാനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണ് ആ ബിസിനസ് പെട്ടെന്ന് നമുക്ക് ആരംഭിക്കണം, അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും പാടില്ല എന്നുള്ള ആഗ്രഹമുള്ള ആളാണെന്നെങ്കിൽ അവിടെ സാധിക്കില്ല. അപ്പോൾ രണ്ടും കൂടിയും എന്ത് ചെയ്യില്ല, നമുക്ക് സാധിക്കില്ല എന്നതാണ്. നാലാമത്തെ കാര്യമാണ് കണ്ടിന്യൂറ്റി. ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി വേണമോ വേണ്ടയോ എന്നുള്ളത്. ഒറ്റക്ക് ആരംഭിക്കുന്ന ഒരു സോൾ ട്രേഡിംഗ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അയാൾ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ, അയാൾ ബാങ്ക്രപ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ അവസാനിക്കും. എന്നാൽ ഒരു കമ്പനി ഫോം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ നാം ആരംഭിക്കുന്ന ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി വേണം എന്ന് ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ് ആരംഭിക്കാം. പക്ഷേ അതിനെന്തുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്, ഫോർമേഷനിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഘടകങ്ങളും കൂടി പരിഗണിച്ചിട്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യമാണ് മാനേജ്മെൻറ്റ് എബിലിറ്റി. ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ ഒരു എബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് എത്രത്തോളം വേണം എന്നുള്ളത്. നല്ല മാനേജ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ അവിടെ കമ്പനി ഫോം ഓഫ് ബിസിനസ്സാണ് നല്ലത്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സാണ് നല്ലത്. അതല്ല ഞാനൊരു വ്യക്തി എൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആണ് ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കഴിവിനനുസരിച്ച് കൊണ്ടുള്ള ബിസിനസ് ആയിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശമുള്ള ആളാണെങ്കിൽ അവിടെ സോൾ ട്രേഡിംഗ് കൺസേൺ അയാൾക്ക് ആരംഭിക്കാം. ആറാമത്തെ കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റിൻ്റെ ബാക്കിയായിട്ട് വരുന്ന മറ്റൊരു ഘടകം, എത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കൂടുതൽ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്പനി ഫോം ബിസിനസ് ആകാം. കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആകാം. അതല്ല എൻ്റെ കയ്യിലുള്ള എമൗണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആയിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. ഏഴാമത്തെ കാര്യമാണ് ഡിഗ്രി ഓഫ് കൺട്രോൾ. ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ കംപ്ലീറ്റ് കൺട്രോൾ വേണം. വേറെ ആരും ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആയിരിക്കും. അതല്ല കുറച്ച് ആളുകൾക്കൊക്കെ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നല്ലത് പാർട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കും. അതല്ല നമുക്ക് ഒരു എലക്റ്റഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്താൽ മതി, ഞാനതിൻ്റെ ഓണറാണെങ്കിൽ പോലും എനിക്കതിൻ്റെ കൺട്രോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിരിക്കും നല്ലത്. എട്ടാമത്തെ കാര്യമാണ് നേച്ചർ ഓഫ് ബിസിനസ്. നമ്മൾ ആരംഭിക്കുന്ന ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് എല്ലാ ബിസിനസ്സും എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും അത് ആപ്ലിക്കബിൾ ആയിക്കൊള്ളും എന്നില്ല. ഒരു വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയോ ഒക്കെ ആരംഭിക്കേണ്ടതായിട്ട് വരും. അത് ഒറ്റയ്ക്കുള്ള ഒരു ബിസിനസ് ആകുമ്പോൾ പക്ഷേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും എന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെയും പരിഗണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന ബിസിനസ് ആരംഭിക്കാം എന്ന് പറയുക സാധ്യമല്ല. ഒരു എലമെൻറ്റ് നമുക്ക് അനുകൂലമാണെന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള എലമെൻറ്റുകൾ പ്രതികൂലമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാകേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളെല്ലാം തന്നെയും പരിഗണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഏത് ഫോം ഓഫ് ബിസിനസ് ആരംഭിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഏതായിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം തന്നെയും പരിഗണിച്ചു കൊണ്ടുള്ള
ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ്സുകൾ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒന്നാമത് നമ്മൾ പഠിച്ചിട്ടുള്ളത് സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് എന്താണ് നമ്മൾ പഠിച്ചു. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് നമുക്കങ്ങനെ എല്ലാവർക്കും ആരംഭിക്കാൻ പറ്റുന്ന ബിസിനസ് അല്ല. അതുപോലെ തന്നെ സൊസൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് സർവീസ് മോട്ടീവ് എന്നുള്ള ഉദ്ദേശമുള്ള ആളുകളാണ് ആ സ്ഥാപനങ്ങൾ ആരംഭിക്കുക. സോൾ പ്രൊപ്പറേഷൻ ബിസിനസ്സും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അതിൽ ഏതാണ് നമുക്ക് ആരംഭിക്കാൻ നല്ലതെന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ. ഏതായിരുന്നാലും പറഞ്ഞതുപോലെ തന്നെ വളരെ വൈഡായിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് പോയിന്റുകൾ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫീച്ചേഴ്സായിട്ടും അതുപോലെ തന്നെ മെറിറ്റുകളായിട്ടും ലിമിറ്റേഷൻസായിട്ടൊക്കെ അത് ഓരോന്നും കൃത്യമായിക്കൊണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് പരസ്പരം മാറാതെ കൃത്യമായിക്കൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിക്കൊണ്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, നോട്ടുകൾ കൃത്യമായിക്കൊണ്ട് എഴുതി പഠിക്കുകയും ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.